ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. സോ ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷന്റെ സെക്കൻഡ് കാറ്റ് ബാച്ച് അനൗൺസ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ എസെൻഷ്യലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓൾറെഡി ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ കഴിഞ്ഞ ഒരു മാസം മുന്നേ നമ്മുടെ കാറ്റിന്റെ ഫസ്റ്റ് ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൽ രജിസ്റ്റർ ചെയ്ത ഏതാണ്ട് 230ഓളം ആൾക്കാരുണ്ടായിരുന്നു. ആ 230-ൽ 130 സ്റ്റുഡൻസിനെ നമ്മൾ സെലക്ട് ചെയ്തു. ആ സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നമ്മളുടെ എസെൻഷ്യലി ദി തിങ് ഈസ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ ഈസ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നമ്മൾ സ്റ്റുഡൻസിനെ ഫീസ് ഈടാക്കിയിട്ടല്ല ഈ പറയുന്നൊരു പ്രോഗ്രാംസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഈ പൈസ സ്റ്റുഡൻസിനെ വാങ്ങാതെ ഇങ്ങനത്തെ ഒരു സർവീസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്നത്. സോ എസെൻഷ്യലി ഇറ്റ്സ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. സോ നോൺ പ്രോഫിറ്റ്സ് യൂഷ്വലി ചെയ്യുന്നത് ഫിലാന്ത്രോപ്പിക് ക്യാപിറ്റൽ, അതായത് ഈ പറയുന്ന ബാക്കിയുള്ള ഡൊണേഷൻസും CSR ഫണ്ട്സും ഒക്കെ ചാനൽ ചെയ്തിട്ട് നമ്മളുടെ ഡിസർവിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക. ഇതാണ് നമ്മൾ എസെൻഷ്യലി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മേജർലി നമ്മുടെ വർക്ക് ഈസ് ഹാപ്പനിങ് വിത്ത് ഗവൺമെന്റ്. നമ്മൾ ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ തുടങ്ങിയത് കുറച്ച് ഇൻഡിപെൻഡന്റ് ബാച്ചസ് വെച്ചിട്ടാണെങ്കിൽ നൗ വി ആർ വർക്കിംഗ് വിത്ത് ദി ഗവൺമെന്റ് ഓഫ് തമിഴ്നാട് ആൻഡ് ഛത്തീസ്ഗഡ് മെയിൻലി, ആൻഡ് വി ഓൾസോ ഹാവ് ബാച്ചസ് ഇൻ ഡൽഹി ആൻഡ് നോർത്ത് ഈസ്റ്റ് ഡാർജിലിംഗ്. സോ എസെൻഷ്യലി ഒരു ഗവൺമെന്റ് സർവീസ് പ്രൊവൈഡർ ആയിട്ടാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബാക്കി എല്ലാ പ്രോഗ്രാംസും. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കാറ്റ് ആണ്. അപ്പൊ കാറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു കേരള ഫോക്കസ്ഡ് ആയിട്ട് കുറച്ചുകൂടി ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിന്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ഹോബി പ്രൊജക്ട്, കുറെ യൂട്യൂബിൽ നിന്ന് വരുന്ന ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ കാറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് ഒരുപാട് റിജിഡ് അല്ല, അതായത് വളരെ അണ്ടർ പ്രിവിലേജ്, ഇപ്പം ട്രൈബൽ സ്കൂൾ അല്ലെങ്കിൽ ട്രൈബൽ കോളേജിൽ നിന്ന് വരുന്ന കുട്ടികളെ മാത്രമേ പഠിപ്പിക്കൂ എന്നുള്ള രീതിയിലല്ല നമ്മളത് അതിനെ കാണുന്നത്. ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാമും അങ്ങനെയാണ്. ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിൽ വി ഓൺലി വർക്ക് വിത്ത് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ്, ട്രൈബൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ആദർ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് സ്കൂൾസ്. ഇൻ ഛത്തീസ്ഗഡ് വി ഓൺലി വർക്ക് വിത്ത് ട്രൈബൽ കോളേജസ്. But here that's not the case. We are a little flexible. We want to create this amazing MBA community or the CAT community out there. So നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇക്കഴിഞ്ഞ വർഷമൊക്കെ നമ്മളുടെ അഭിരാം, നമ്മുടെ തന്നെ ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ഹി ഗോട്ട് ഇൻ ടു IIM ബാംഗ്ലൂർ. ഹി കെയിം വിത്ത് 9 of his friends. അപ്പൊ അവര് തന്നെ ആയിരുന്നു ഈ GDP AWAT പ്രിപ്പറേഷൻ മൊത്തം ചെയ്തത്. എനിവൺ ഹു ഹാസ് ബീൻ ഇൻ ഓപ്പൺ ഡാറ്റ്സ് interview preparation program or other mentorship program, they would say that it's one of the best in the country. They have got a lot of like mock interviews from top B school students, and they have also got access to 25 plus master classes again handled by top B school students. ഏതാണ്ട് നമുക്ക് 120 plus mentors ഉണ്ടായിരുന്നു. ഏതാണ്ട് 300 plus mock interviews നമ്മൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമ്മളുടെ കാറ്റിന് തൊട്ട് മുന്നേ തന്നെ we were doing a 40-day marathon there. എല്ലാ ദിവസവും സ്റ്റുഡൻസിന് ഈ പറയുന്ന തന്നെ അലൂമിനീസ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കാറ്റ്, അതിന് മുന്നത്തെ വർഷത്തെ കാറ്റ് ക്രാക്ക് ചെയ്ത ആൾക്കാർ വന്നിട്ട്, നമ്മളുടെ തന്നെ സ്റ്റുഡൻസ് വന്നിട്ട് ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. സോ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തത്. ഈ വർഷം നമ്മൾ കുറച്ചുകൂടെ എൻഗേജ് ചെയ്യാൻ പോവാണ്. ഈ വർഷം വി ആർ ഓൾസോ പ്ലാനിങ് ടു ബ്രിങ് ഇൻ ദി ലൈവ് ക്ലാസ്സസ്. അതായത് എല്ലാ ആഴ്ചയും 2 to 3 days കോൺസെപ്റ്റ് ക്ലാസ്സസ് തന്നെ, ലൈവ് ക്ലാസ് തന്നെ ഫാക്കൽറ്റീസ് ലൈവായിട്ട് ഓൺലൈനായിട്ട് എടുക്കുകയും അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു വിത്തിൻ ലൈക്ക് 1 or 2 months മെന്റേഴ്സിനെ നിങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ പ്രോഗ്രാമിൽ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഓൾസോ ബി ഗിവൺ മെന്റേഴ്സ് ഹു ആർ അഗൈൻ ഫ്രം ദ ടോപ്പ് ബി സ്കൂൾസ് ഓഫ് ദി കൺട്രി. നിങ്ങൾ ഇത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്റർവ്യൂസിന്, അതായത് നിങ്ങളുടെ ഇന്റർവ്യൂസിന് അഗൈൻ ദർ വിൽ ബി എ മെന്റർ, ആൻഡ് ആ മെന്റർ കൂടാതെ നിങ്ങൾക്ക് മാസ്റ്റർ ക്ലാസ്സസ് ഉള്ള ആക്സസും നിങ്ങൾക്ക് മോക്ക് ഇന്റർവ്യൂസും എല്ലാം തന്നെ കിട്ടുന്ന ഒരു കോംപ്രഹെൻസീവ് പാക്കേജ് ആണ്. ആൻഡ് ദി ബെസ്റ്റ് പാർട്ട് ഈസ് we are not charging you because നമ്മൾ ഇതൊരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുന്നതാണ്. We have a lot of alumni in almost all, you name any top B schools of the country, we have our community members there. And but at the same time കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ആദ്യം ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഫോം അപ്ലൈ ചെയ്ത എല്ലാവരെയും നമ്മൾ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്ത പല സ്റ്റുഡൻസും പിന്നീട് നമ്മുടെ മെന്റേഴ്സിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് വി തോട്ട് വിൽ കീപ് എ റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് of 2,000 rupees. ബേസിക്കലി വേറൊന്നുമല്ല, ദി ഐഡിയ ഈസ് ലൈക്ക് നിങ്ങൾ കാറ്റിന് അപ്ലൈ ചെയ്ത് നിങ്ങൾ കാറ്റ് പോയി എഴുതണം എന്നുള്ള ഒരു, കാരണം അങ്ങനെ പോലും ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഇപ്പം മെന്റേഴ്സിനെ അലൊക്കേറ്റ് ചെയ്ത് കൊടുത്തു, കഴിഞ്ഞ വർഷം സെലക്ട് ചെയ്തു. മെന്റേഴ്സ് ഒരുപാട് അവരുടെ ടൈം, അതായത് അവർ ബി സ്കൂളിൽ അത്രയും ബിസി ആവുന്ന ടൈമിൽ തന്നെ അവർ ഇത്ര അധികം എഫേർട്സ് നമ്മളുടെ മെന്റീസിന് വേണ്ടി ഇട്ടിട്ട് അവരൊടുവിൽ കാറ്റിന് പോലും പോയി എഴുതാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് വെരി ഡിസാർട്ടനിങ്. ആ മെന്റേഴ്സ്, നമുക്ക് അങ്ങനെ കുറച്ച് മെന്റേഴ്സ് നഷ്ടപ്പെട്ടു വരുന്നുണ്ട് ബിക്കോസ് ദെയർ മെന്റീസ് വെർ നോട്ട് റെസ്പോൺസീവ്. റൈറ്റ് ഹിയർ വി ആർ എൻഷുറിംഗ് ദാറ്റ് നിങ്ങളുടെ ഡെപ്പോസിറ്റ് നമ്മൾ തിരിച്ചു തരും, വിച്ച് വിൽ ബി അറൌണ്ട് ലൈക്ക് March 2026 നമ്മുടെ കാറ്റിന്റെ റിസൾട്ട്സ് ഒക്കെ വരുന്ന സമയത്ത്. കാരണം നിങ്ങൾ കാറ്റ് പോയി എന്തായാലും എഴുതിയിട്ടുണ്ടാവണം, നിങ്ങൾ നമ്മളുടെ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം, മെന്ററിന് റെസ്പോൺസീവ് ആയിരിക്കണം. സോ ഇങ്ങനെയുള്ള ചില
പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ റീഫണ്ട് തരിക. സോ എസെൻഷ്യലി ഇറ്റ്സ് അഗെയിൻ എ നോ കോസ്റ്റ് പ്രോഗ്രാം, ബട്ട് ഓൺലി തിങ് ഈസ് ലൈക്ക് ദിസ് ടൈം വി ആർ മേക്കിംഗ് ഷുവർ ദാറ്റ് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ നമ്മളെ പ്രോഗ്രാമിലുള്ളൂ എന്നുള്ളത്. അത് മാത്രമാണ് ഈ ഒരു ഇതിന്റെ ഉദ്ദേശം. ഓൾറെഡി ഞാൻ പറഞ്ഞ 230 പേരിൽ നമ്മൾ ഓൾറെഡി ഒരു 130 ആൾക്കാർക്ക് മെയിൽ അയച്ചു. അതിൽ ഏതാണ്ട് 85 ആൾക്കാർ നമുക്ക് ഈ പറയുന്ന ഡെപ്പോസിറ്റും അതിനുശേഷം അടച്ചതിന് ശേഷം അവർ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്, ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദെൻ അഗെയിൻ ആ ഒരു സമയം തൊട്ട് തന്നെ ഒരുപാട് മെസ്സേജസ് വരുന്നു, ആ ഒരു പഴയ ഡെഡ് ലൈൻ മിസ്സായി പോയി, നമുക്കത് കാണാൻ പറ്റില്ല എന്നുള്ള ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് നമ്മളൊരു സെക്കൻഡ് ബാച്ചും കൂടെ കേരള ഫോക്കസ്ഡ് ആയിട്ട് മലയാളത്തിൽ ക്ലാസ് എടുക്കുന്ന ഒരു ബാച്ചും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ദിസ് വിൽ ബി ദി ഫൈനൽ ബാച്ച്. There won't be any other batches. Plus, if you miss the deadline, you miss the deadline. നമുക്ക് ഇനി ഒരു എക്സ്റ്റൻഷൻ ഡെഡ് ലൈനിൽ തരാൻ ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് അഗെയിൻ വിൽ ഓൾസോ ഹാവ് ടു റാപ്പ് ദിസ് അപ്പ് ആസ് ആപ്പ്, റൈറ്റ്? അപ്പോൾ May 12th ആണ് ഡെഡ് ലൈൻ. May 12th എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് യു ആർ ഹാവിംഗ് ലൈക്ക് ഗുഡ് 5 to 6 days ഈ ഒരു വീഡിയോ കണ്ട് ഈ ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഒന്നുകൂടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി. ആൻഡ് കഴിഞ്ഞ തവണ നിങ്ങൾക്ക് നമ്മൾ മെയിൽ അയച്ച് സെലക്ടഡ് ആയെന്ന് പറഞ്ഞ് മെയിൽ അയച്ചിട്ട് ഡെപ്പോസിറ്റ് അയക്കാൻ പറ്റാത്തവർക്കും ഇതിൽ പിന്നെയും രജിസ്റ്റർ ചെയ്യാം. ആൻഡ് ദെൻ യു വിൽ again be going through the scrutiny of the committee and selected ആണെങ്കിൽ നമ്മൾ പിന്നെ നിങ്ങൾക്ക് മെയിൽ അയക്കുന്നുണ്ടാവും. സോ എസെൻഷ്യലി ഓപ്പൺ ഡാറ്റിന്റെ ഈ പറയുന്ന നോ കോസ്റ്റ് പ്രിപ്പറേഷൻ ആൻഡ് മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ പാർട്ടാവാനുള്ള ഒരു സെക്കൻഡ് ചാൻസ് ആണ് ഈ നിങ്ങൾക്ക് തരുന്നത്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു സേ ഓൾറെഡി നമ്മളുടെ പ്രോഗ്രാമിലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഡെഡ് ലൈൻസ് ആർ സാക്രസൻ. May 12th തന്നെ നമ്മൾ ഫോം ക്ലോസ് ചെയ്യും. പിന്നെ നമുക്ക് റെസ്പോൺസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, വെരി സോറി. ഒരുപാട് ടെലിഗ്രാമിൽ ഇപ്പൊ തന്നെ ക്ലോസ് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നതുകൊണ്ടാണ് ഈ സെക്കൻഡ് ചാൻസ് തരുന്നത്. ആൻഡ് ദർ വോണ്ട് ബി എ തേർഡ് ചാൻസ്. സെക്കൻഡ് പാർട്ട്, ഐ മീൻ വൺസ് ഇഫ് യു ആർ സെലക്ടഡ് ആഫ്റ്റർ May 12 മാത്രമേ നമ്മൾ നിങ്ങൾക്ക് മെയിൽ അയക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ അതുവരെ എന്താ ഈ സ്റ്റാറ്റസ് എന്ന് ചോദിച്ച് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല. വൺസ് യു ഗെറ്റ് ദി മെയിൽ, അവിടെ നിന്ന് നിങ്ങൾക്ക് തരുന്ന ഒരു 2 or 3 days ഡെഡ് ലൈനിനുള്ളിൽ നിങ്ങളെ 2000 ഡെപ്പോസിറ്റും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ നമ്മുടെ പ്രോഗ്രാമിലോട്ട് ആഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പൊ എന്തായാലും കാറ്റിന് ഇത്തവണ പ്രിപ്പയർ ചെയ്യണമെന്നുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് പ്രിപ്പയർ ചെയ്യണം എന്ന് അവര് വിചാരിക്കുന്നുണ്ടെങ്കിൽ ദയവേത് അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ബിക്കോസ് അവര് ലേറ്റ് ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് അറിയും, അവർക്ക് അതിൽ ജോയിൻ ചെയ്യാനുള്ള ഡെഡ് ലൈൻ കഴിഞ്ഞു പോവുകയും ചെയ്യുന്നത് വിൽ ബി ഡിസാർട്ടനിങ്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഫോർ ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ, അറ്റ്ലീസ്റ്റ് വിത്ത് റിഗാർഡ് ടു കാറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ അണ്ടർ പ്രിവിലേജ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയക്കാളും കൂടുതൽ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മാക്സിമം വലിയൊരു കേരളത്തിലുള്ള ഒരു MBA കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. സോ please feel free to apply for our CAT program, no cost CAT coaching program. So thanks a lot for watching my video. Bye bye.